നന്മ ന്യൂസിലേക്ക് സ്വാഗതം. വടക്കേപ്പുറത്ത് കുടുംബം പ്രഥമ മീറ്റിംഗ് സംഘടിപ്പിച്ചു. മൂന്നിയൂർ വടക്കേപ്പുറത്ത് കുടുംബാംഗങ്ങളുടെ ആദ്യ യോഗം കളത്തിങ്ങൽപ്പാറ ദാറുത്തർബിയ അറബിക് കോളേജിൽ വെച്ച് സംഘടിപ്പിച്ചു. യോഗത്തിൽ കോയ ഹാജി ഉള്ളണം അധ്യക്ഷം വഹിക്കുകയും ചെമ്പയിൽ അഹമ്മദ് കുട്ടി സ്വാഗതം പറയുകയും ചെയ്തു. വടക്കേപ്പുറത്ത് കുടുംബത്തിന്റെ പേരും പെരുമയും ഉയർത്തി ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ അത്ലറ്റിക് മീറ്റിൽ 110 മീറ്റർ ഹഡിൽസിൽ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയ റാഹിൽ സക്കീർ വിപിയെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. 2025 ഏപ്രിൽ 12-ാം തീയതി വടക്കേപ്പുറത്ത് കുടുംബസംഗമം നടത്താൻ യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. അക്രാളിൽ ബാപ്പുട്ടി ഹാജി ചെയർമാനായും ചെമ്പയിൽ മുഹമ്മദ് കുട്ടി, അബ്ദുൽ മജീദ് എന്ന കുഞ്ഞു എന്നിവർ ജനറൽ കൺവീനർമാരായും അക്രാളിൽ കമ്മുക്കുട്ടി എന്ന പീച്ചു ട്രഷററായും തെരഞ്ഞെടുത്തുകൊണ്ട് ഓർഗനൈസിംഗ് കമ്മിറ്റിയും യോഗത്തിൽ വെച്ച് രൂപീകരിച്ചു. മാഗസിൻ ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്നു. പഞ്ചായത്തിന്റെ വക ഒരു മാഗസിൻ ഇറക്കാൻ തീരുമാനിച്ചപ്പോഴേ വടക്കേപ്പുറം ഫാമിലിന്റെ ഒരു ചരിത്രത്തിനെ പറ്റി ഒരു ലേഖനം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കുറെ പോയിന്റ്സ് കളക്ട് ചെയ്യാനെന്ന് മുഹമ്മദ് അലി സാഹിബാണ് നമ്മളെ അധികം സഹായിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ കോയാജിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, വളരെ ഫേമസ് ആണ്. രാഷ്ട്രീയ മേഖലയിലും സാമൂഹ്യ പ്രവർത്തന മേഖലയിലും എല്ലാ മേഖലയിലും വളരെ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഉള്ളാടത്തുള്ള നമ്മുടെ കാരണവരാണ്. അദ്ദേഹത്തിനെ കാത്താണ് നമ്മൾ ഇരുന്നത്. അദ്ദേഹത്തിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്, നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു കല്യാണം ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചുകൊണ്ട് പറയും, ഇന്ന ദിവസം ഇന്ന ഇടത്തിന്റെ കല്യാണം ഉണ്ട്, ഈ വരണം എന്ന് പറയും. കല്യാണത്തിന് വരും, അത് ചിലപ്പോൾ ഓഡിറ്റോറിയത്തിലാവും. ആ ഓഡിറ്റോറിയത്തിൽ ആ കല്യാണത്തിന്റെ തിരക്കിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ പോകുന്നുണ്ട് അസ്സലാമലൈക്കും പോയി. ഓൻ എന്താണ്, ഓൻ എവിടെയാണ്, ഓന്റെ വീട് എവിടെയാണ്, ഓന്റെ കുടുംബം എന്താണ്, നമ്മളായിട്ട് ബന്ധം ഒരു അറിവ് നമുക്കുണ്ടാവില്ല. അങ്ങനെ അറിവുകൾ, ബന്ധങ്ങൾ, സ്നേഹകാലത്തൊക്കെ ഒരു കല്യാണം പറയാ എന്ന് പറഞ്ഞാൽ തലേന്ന് പോയി അവിടെ വിരുന്ന് വാർത്ത് കുടുംബത്തിലൊക്കെ കണ്ട് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് പറഞ്ഞ് കല്യാണത്തിന് ക്ഷണിച്ച് വീട്ടിൽ തിരിച്ചു പോരുന്ന സാഹചര്യം. ഇന്ന് അതിനൊന്ന് പോയി പറയാൻ പോലും നമുക്ക് ഒഴിവില്ല. നമുക്ക് സൗകര്യം അതാണ്, നമ്പർ ശേഖരിക്കുക, വിളിച്ചു പറയാ. നമുക്കറിയില്ല, വിളിച്ചു പറയുമ്പോൾ ആന്ന് പറയുന്നല്ലാതെ ഇയാൾ ആരാണെന്ന് പോലും അറിയില്ല, ഇയാളെ വീട് എവിടെയാണെന്നും പോലും അറിയില്ല. വീട് അറിയേണ്ട കാര്യമില്ല, ഓഡിറ്റോറിയത്തിലാണ് കല്യാണം. അപ്പൊ ആ ഒരു ബന്ധം അങ്ങനെ നമ്മൾ അകന്നു പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു മനസ്സിലാക്കാൻ, പരസ്പരം ഈ മനസ്സിലാക്കൽ വെറുതെ ആകരുത്. എന്തെങ്കിലും എനിക്ക് പറ്റിയാൽ അത് അറിഞ്ഞാൽ ഉടനെ അവിടെ പേടിയെത്താൻ നമ്മൾ തയ്യാറാവണം. ഞാൻ സക്കീർ ഹുസൈൻ. തീർച്ചയായിട്ടും നമ്മുടെ ഒരു കുടുംബ സമൂഹം, ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ലോകത്ത് പല സ്ഥലത്ത് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ വെച്ച് നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഞാനൊരു വടക്കേപ്പുറത്ത് കുടുംബമാണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേറ്റീവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പലപ്പോഴും നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ വീണ്ടും നമ്മളെ പേരക്കുട്ടികളൊന്നും സത്യത്തിൽ അല്ലെങ്കിൽ വെള്ള പേരക്കുട്ടികളൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സംഗമത്തിന്റെ തുടക്കം അത് വളരെ നമ്മുടെ ഇതിനൊരു കമ്മിറ്റി എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാവരും കമ്മിറ്റികളാണ്. നമ്മളൊക്കെ ഇനിയിപ്പം ഏത് തിരക്കാണെങ്കിലും ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ഇതിനു വേണ്ടി ഓരോ ദിവസവും നമ്മൾ സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഇപ്പൊ മുഹമ്മദ് സാഹിബ് പറഞ്ഞ പോലെ ഒരു ഡാറ്റ കൃത്യമായി അദ്ദേഹം ശേഖരിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വലിയ അപ്രീഷിയേഷനുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളാരും ഒരു ഡാറ്റയും നമ്മളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നു ഒരു രേഖയില്ലാതെ. അപ്പൊ എല്ലാത്തിനും രേഖ വളരെ അത്യാവശ്യമാണ്, ഏത് പഠനത്തിലും രേഖ വളരെ അത്യാവശ്യമാണ്. അപ്പൊ ആ രേഖയിൽ നമ്മൾ ഇന്ന ആള്, അവരുടെ മക്കളെ മക്കള് അതൊരു ചരിത്രമാണ്. ആ ചരിത്രം നമുക്ക് തീർച്ചയായും കുട്ടികളിലേക്ക് ഒരു പുസ്തക രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു വയസ്സിൻ്റെ അടിയിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആളൊക്കെ തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ മുറികൾ. എന്ന് വെച്ചാൽ ഞങ്ങൾ 4 പേരാണ് ആൺകുട്ടികൾ, മറ്റ് 4 പെൺകുട്ടികളാണ്. അങ്ങനെ 8 പേരാണ് ഞങ്ങൾ. അപ്പോൾ മറ്റുള്ള കുടുംബങ്ങളായിട്ട് ഇവിടെ പുറത്ത് മുറികളിൽ ഇല്ല, പക്ഷേ കുറച്ച് അപ്പുറത്തൊക്കെ ഉണ്ട്. അതൊക്കെ എന്നാലും കൂടി നമ്മൾ ഒരുപാട് വലിയൊരു സംഘടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ആളുകൾ അവിടെ ഇല്ല. കളക്ട് ചെയ്ത് നമ്മളൊരു പുസ്തക രൂപത്തിലാക്കണത്, അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോഴാണ് എവിടെയുള്ളത് ആളുകൾ അവരെ ഫോൺ നമ്പറുകൾ, മെയിൽ ID ഒക്കെ വെച്ച് ഒരു ഡാറ്റ കളക്ട് ചെയ്ത് പുസ്തക രൂപത്തിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതോടെ കാര്യമുള്ളൂ. ഏതെങ്കിലും കാലത്ത് നമുക്കൊരു ഉപകാരപ്പെടണമെങ്കിൽ
ഇപ്പൊ നമുക്കറിയാം 3 തലമുറ മാത്രമേ നമുക്ക് സെക്യൂർ പറഞ്ഞ മാതിരി 3 തലമുറ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ അതിന് മുമ്പുള്ള തലമുറ ഏതൊക്കെയുള്ളത് നമ്മൾ സംഘടിപ്പിച്ച് കിട്ടിയാൽ ഈ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആളുകൾക്ക് അത് സൗകര്യമായിരിക്കും. 4 തലമുറ 5, 6 ഒക്കെ എടുക്കാൻ പറ്റും. അപ്പൊ അത് വളരെ ആധികാരികമായി തന്നെ തീരുമാനിച്ച് ഇന്ന് തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനു വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും അത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ആയിരിക്കണം ആദ്യമായിട്ട് ഉണ്ടാക്കേണ്ടത്. മറ്റ് സംഗമം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കല്യാണത്തിൽ കൂടുന്നതാണ്, മുറയൂക്കാർ കൂടില്ല, അല്ലെങ്കിൽ ഉള്ളടത്ത് കൂടുന്ന മാത്രമേ, ബാക്കി എല്ലാവരും നമ്മളെല്ലാ പരിപാടികളും കൂടുന്നതാണല്ലോ. അപ്പൊ ആ വിഷയത്തിന് ഊന്നൽ നൽകണം എന്നാണ് പറയാനുള്ളത്. രേഖ പ്രത്യേകിച്ച് ഈ കാലത്ത് ആവശ്യമാണ്. നിങ്ങൾക്കറിയാലോ, CAA NRCന്റെ കാലമാണ്. നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെയാണ്, ഇന്ന് മുതൽ ഞങ്ങൾ ഉണ്ട് എന്നുള്ള രേഖ നമ്മൾ രേഖപ്പെടുത്തണം. ആധികാരികമായിട്ട് രേഖപ്പെടുത്തി ഈ കമ്മിറ്റി ഗവൺമെന്റിന് രജിസ്റ്റർ ചെയ്യണം. ഒരു NGO ആയിട്ട് സെക്യൂരിറ്റിക്ക് അറിയാൻ പറ്റും. നോൺ ഓർഗനൈസേഷൻ NGO ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്താൽ തന്നെ ഗവൺമെന്റിന് ആനുകൂല്യം കിട്ടും, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ കിട്ടും. അപ്പൊ NGO രജിസ്റ്റർ ചെയ്യാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കമ്മിറ്റി വേണം. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ഡാറ്റ കളക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് മാത്രമേ നിർത്തുന്നു. സഹായം ഉള്ള ഉപഹാരം ഇവിടെ കൊടുക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സെക്യൂരിറ്റിനെയാണ് ഏറ്റുവാങ്ങുന്നതിന് ഇവിടെ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ബന്ധാപ്പുവാക്കാനെ ക്ഷണിക്കുന്നു. അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മുടെ ഈ വടക്കേപ്പുറത്ത് ഫാമിലിയുടെ പ്രഥമ യോഗത്തിന് ഒരു വേദിയൊരുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. വല്ല പോരായ്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരികയും വേണം. ഞാൻ വടക്കേപ്പുറത്ത് അബ്ദുറഹ്മാൻ ഹാജിയുടെ മകൻ ഹംസംസ്ലേയറുടെ മകനായിട്ട് മുഹമ്മദ് റാഷിദ് എന്ന പേര്. എനിക്ക് ഒരു മകനുണ്ട്, മുഹമ്മദ് ഹൈസം ഹംസ. ഇൻഷാ അല്ലാഹ് വരുന്ന ഭാവി പരിപാടികളിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവും എന്ന് അറിയാം. ഏതായാലും സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഘം സ്വീകരിക്കുന്നവരാകട്ടെ. അംഗങ്ങളുടെ പിന്നെ വാപ്പുട്ടി ആയാലും വാപ്പി കയറി അഹ്ലുദ്ദീൻ്റെ വാപ്പയെ കുഞ്ഞർവാദിയായാലും വിനാഗ്രേജിൻ്റെക്ക് അവർ രണ്ടാം കഴിച്ചു. അതിൻ്റെ പേരാണ് നമ്മുടെ വാപ്പുട്ടി ചെയ്യുന്നത്. അതിൻ്റെ മക്കൾ 2-3 ആളുകളുണ്ട്. അതുപോലെ ചെറിയതുണ്ട്, നമുക്ക് പരിചയപ്പെട്ട് പെടാത്തതുകൊണ്ട് ആറ്റം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പരിചയപ്പെടാത്തവർക്ക് ഇവർക്ക് വേണ്ടി പറഞ്ഞു. അതുപോലെ ഞങ്ങൾ പാലക്കാട് വായിച്ചു താമസിക്കുകയാണ്. ഇത് വടക്കേപ്പുറത്തെ വടക്കേപ്പുറം വീട്ടിൽ മുന്നോട്ട് അതിന് ഉത്സവമുണ്ട്. അതേപോലെ തന്നെ പിന്നെ അതിലൊരാൾ മറ്റൊരു ഉത്സവമുണ്ട്, 2 ഉത്സവങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആ സംഗീത ഗ്രൂപ്പിൽപ്പെട്ട് നമ്മൾ ആര്യാവുണ്ട്. നമ്മുടെ മൊയ്തീൻകുട്ടി എന്ന് പറഞ്ഞ മൊയ്തീൻകുട്ടിൻ്റെ മകൻ ഹൈദരാജി എന്ന് പറഞ്ഞ ആളാണ്. ഇവിടുത്തെ അഹമ്മദിൻ്റെ മകൻ മൊയ്തീൻകുട്ടിൻ്റെ മകൻ ഹൈദരാജി. എൻ്റെ അഞ്ചന് ആര്യ എറണാകുളം മനുഷ്യൻ ദേശം VP അഹമ്മദ്കുട്ടിയുടെ മകനാണ്. നേരത്തെ സംസാരിച്ച സക്കീറിന്റെ ബ്രദറാണ്. ഞാൻ തിരുവാണ്ടി PSMO കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ. ഇനി കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. നമ്മൾ കൂടിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ലൊരു ദിവസം നോക്കിയിട്ട് നമുക്കൊരു സംഗമം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാരംഭ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്, ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മുടെ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ട് ഉൾപ്പെടുത്താനും അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഞാനിവിടെ വായിക്കാം. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കമ്മിറ്റി നമുക്ക് പിന്നീട് ഫോം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇപ്പോൾ ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ് ഞാനിവിടെ ഡ്രാഫ്റ്റ് വായിക്കുന്നത്. ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വാപ്പുട്ടി ഹാജി അക്രാറിലെ മുത്താപ്പയാണ് ചെയർമാനായിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈസ് ചെയർമാൻമാരായിക്കൊണ്ട് കോയ ഹാജി ഉള്ളണത്ത്, അതേപോലെ VP അഹമ്മദ്കുട്ടി, ബാബ ഹാജി കാഞ്ഞിരങ്ങാട്ട്, പിന്നെ താന്നൂരിലുള്ള മുഹമ്മദ് അലി ഹാജി, അതേപോലെ നെടിയിരുപ്പിലുള്ള മുഹമ്മദ് അലി ഹാജി, മൊറയൂർ അലി ഹാജി. ഇത്രയും ആളുകളെ വൈസ് ചെയർമാൻമാരായിക്കൊണ്ട് ആണ് കമ്മിറ്റി, രക്ഷാധികാരികൾ കൂടി ആയിക്കൊണ്ടുള്ള കമ്മിറ്റിയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഹൈദരാബാദിയെ കൂടി ഉൾപ്പെടുന്നതാണ്. ജനറൽ കൺവീനർ ആയിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്രോഗ്രാം ഇന്ന് ഈ രീതിയിൽ കൂടാൻ വേണ്ടിയിട്ട് കാരണക്കാരായിട്ടുള്ള പ്രധാന വ്യക്തി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സംസാരിച്ചു, മജീദ് കയാണ്. അപ്പോൾ മജീദും അതേപോലെ തന്നെ VP മുഹമ്മദ് കുട്ടി ചപ്പിയിലെ ആപ്പയും കൂടി ഉള്ള ആ ടീമാണ് ജനറൽ കൺവീനർമാരായിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അവരെ അസിസ്റ്റ് ചെയ്യുന്നതിനുള്ള ജോയിന്റ് കൺവീനർമാരായിക്കൊണ്ട് സക്കീർ ഹുസൈന്, ലത്തീഫ് അക്രാളുള്ള കുഞ്ഞുമോന്, ആളുകൾ ഒന്ന് ഞാൻ പേര് പറയുമ്പോൾ ഒന്ന് എഴുന്നേറ്റുന്ന നന്നായിരുന്നു. അപ്പോൾ ജനറൽ കൺവീനർ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മജീദാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ജനറൽ കൺവീനർ എന്ന് പറയുന്നത് മുഹമ്മദ് ഊട്ടി. ഒന്ന് എഴുന്നേറ്റുന്ന ജോയിന്റ് കൺവീനർമാരായിക്കൊണ്ട് സക്കീർ ഹുസൈൻ, ലത്തീഫ് എന്ന കുഞ്ഞുമോന്, അതേപോലെ ഇവിടെ ഇന്ന് ഇല്ല അഹമ്മദ് കുട്ടി എന്ന കുഞ്ഞുമോന്, എളാപ്പാന്റെ കുഞ്ഞുമോനാണ്. അതേപോലെ അൻവർ സാദത്ത്, അൻവർ ഇവിടെ ഇല്ല. ഇത്രയും ആളുകളാണ് ജോയിന്റ് കൺവീനർമാരായിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രഷററായിക്കൊണ്ട് കമ്മുക്കുട്ടി എന്ന പീച്ചോക്ക, പ്രോഗ്രാം കമ്മിറ്റിയാണ്. ഈ ഒരു കുടുംബസംഗമം ഇന്ന് കൂടിയതിനു ശേഷം ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പരിപാടികൾ നടത്തണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിനും അതിനുള്ള പ്ലാനുകളും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം കമ്മിറ്റി എന്ന രീതിയിലാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയുള്ളത്. അതിലടങ്ങിയിട്ടുള്ള ആളുകൾ ഷബീർ അഹമ്മദ് വി പി, അതായത് ഞാൻ, രണ്ടാമത്തത് മാനു, അതായത് മുജീബ് അക്രാളുള്ള മുജീബ്, അവനൊന്നും ഇവിടെ ഇല്ല. ബാവ, കോമ്പളത്തെ ബാവ, നിങ്ങളെ ഉദ്ദേശിച്ചത് മകൻ റാഷിദ്, ഹംസുസ്ലിയാരെ നമുക്ക് ഈ സ്ഥലം റാഷിദ്, അതേപോലെ കുഞ്ഞോന് സലീം എന്ന കുഞ്ഞോന്, ബാബു പുത്തമ്പരയിലെ ജസ്ബീർ എന്ന ബാബു, അതുപോലെ തന്നെ മൊയ്തീൻകുട്ടി എന്ന ബാവ, കോമ്പളത്തെ മൊയ്തീൻകുട്ടി എന്ന ബാവ, മുഹാജിർ അക്രാളിലെ മുഹാജിർ. ഇത്രയും ആളുകളാണ് ഉൾപ്പെടുത്താൻ കുഞ്ഞുമോനെ ഉൾപ്പെടുത്താവുന്ന. ബാക്കി ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ മുഴുവൻ ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ കൂടിയായിരിക്കും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും മറ്റും നിങ്ങളുമായിട്ട് ഫോണിലും അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരുപാട് മീറ്റിങ്ങുകൾ കൂടേണ്ടതായിട്ട് വരും പല ഘട്ടങ്ങളിലായിട്ട്. ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് മുന്നോട്ട് പോകുമ്പോൾ